സോ ഗൈസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെനഡീസ് തിയറിയുടെ ലിമിറ്റേഷൻസിനെ പറ്റിയാണ്. സോ വി ക്യാൻ ലുക്ക് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഇൻ കെനഡീസ് തിയറി. നമ്മുടെ കെനഡീസ് തിയറിന്റെ ഒരു ഡിസൈൻ പ്രോസസ്സിന്റെ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഡിസൈൻ പ്രൊസീഡ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് ഏരിയ ഓഫ് ദി ട്രപ്പിസോഡൽ ചാനൽ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു ഏരിയയുടെ ഇക്വേഷൻ വരുന്നത് ദാറ്റ് ഈസ് ബി ഡി പ്ലസ് ബി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ബിയും ഡിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഫോം ചെയ്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ പ്രോസസ്സിലേക്ക് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. സോ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു കെനഡീസ് തിയറിയുടെ ലിമിറ്റേഷൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നതും. അതായത് ഈ ഒരു ബി ബൈ ഡി റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സുമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ആബ്സെൻസ് ഓഫ് ബി ബൈ ഡി റിലേഷൻ ഈ ഒരു ചാനലിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നമുക്ക് യുണീക്ക് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നതല്ല. അതാണ് നമ്മൾ ഫസ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ബി ബൈ ഡി റിലേഷൻ കെനഡി തിയറി ഡു നോട്ട് പ്രൊവൈഡ് ഈസി ബേസിസ് ഫോർ ഫിക്സിംഗ് ചാനൽ ഡയമെൻഷൻസ് യുണീക്ലി. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ഒരു ചാനലിന്റെ ടോട്ടൽ ഫ്ലോ ഡെപ്തായ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ അതിലുള്ള സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസും ഈ ഒരു ഫ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ വെലോസിറ്റി അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് സ്മോൾ എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഈ ഒരു സിൽറ്റ് ഗ്രേഡിനെ പറ്റിയോ അതുപോലെ തന്നെ സിൽറ്റ് ചാർജ് ഇതിനെ പറ്റിയോ ഒന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻഷനിങ്ങോ ഒന്നും തന്നെ ഈ ഒരു തിയറിക്കകത്ത് പറഞ്ഞിട്ടില്ല. സോ സെക്കൻഡ് ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിമെറിറ്റ് എന്ന് പറയുന്നത് there are no proper definitions about silt grade and silt charge. Okay, that is the second limitation. Then third, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം ദാറ്റ്സ് സ്മോൾ എം, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് ആർബിട്രലി നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്ന വാല്യൂസ് ആണ്. നമ്മൾ ആർബിട്രലി സെലക്ട് ചെയ്തെടുക്കുന്ന വാല്യൂസ് ആയിട്ടാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ കെനഡീസ് തിയറിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതല്ലാണ്ട് ഒരു എന്താ പറയുക മാത്തമെറ്റിക്കൽ ഫോർമുല ഈ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തന്നെ ഈ ഒരു കെനഡീസ് തിയറിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതായത് ആ ഒരു സിൽറ്റ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള പ്രോസസ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഈ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ് ഒന്നും തന്നെ ഈ ഒരു തിയറിക്കകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഈ ഒരു എം എന്ന് പറയുന്ന വാല്യൂ ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ചാനലിൽ പ്രസന്റ് ആയിട്ടുള്ള സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് ജസ്റ്റ് മാനുവലി അസ്യൂം ചെയ്തെടുക്കുന്ന വാല്യൂസ് ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസും കെനഡീസ് തിയറിക്കകത്ത് പറയുന്നില്ല. അതാണ് തേർഡ് ഡിമെറിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദ ചാനൽ ഈസ് ടു ബി ലെയ്ഡ് അറ്റ് എ സ്ലോപ്പ് ഓഫ് 1 in 4000. ദാറ്റ് ഈസ് ആ ഒരു ചാനലിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എത്രയാണെന്ന് അവർ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും കെനഡി തിയറിക്കകത്ത് നമുക്ക് കിട്ടുന്നില്ല. Okay, there is no provision to decide the longitudinal slope under the scope of the theory. S എന്ന് പറയുന്ന longitudinal slope that is capital S എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മാത്തമെറ്റിക്കൽ ഫോർമുലാസ് ഒന്നും തന്നെ കെനഡി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ദി ഫോർത്ത് ഡിമെറിറ്റ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് കെനഡീസ് തിയറിയുടെ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടേഴ്സ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 1/n + 23 + 0.00155/s by 1 + 23 + 0.00155/s × n/√r × √rs. c√rs എന്ന് പറയുന്ന ഈ ഒരു കുട്ടേഴ്സ് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കുട്ടേഴ്സ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വരുന്നതാണ് സ്മോൾ n എന്ന് പറയുന്ന ഫാക്ടർ ദാറ്റ് ഈസ് റൂഗോസിറ്റി കോഎഫിഷ്യന്റ്. ഞാൻ പറഞ്ഞു റൂഗോസിറ്റി കോഎഫിഷ്യന്റ്. ഈ ഒരു റൂഗോസിറ്റി കോഎഫിഷ്യന്റ് നോക്കിക്കഴിഞ്ഞാലും ഇതും നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും നമ്മൾ ആർബിട്രലി അസ്യൂം ചെയ്തെടുക്കുന്ന വാല്യൂ ആണ്. റൂഗോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മാത്തമെറ്റിക്കൽ ഫോർമുല എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ ഒരു പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആർബിട്രലി അസ്യൂം ചെയ്തെടുക്കുന്ന വാല്യൂ ആണ് റൂഗോസിറ്റി കോഎഫിഷ്യന്റ്. ആ ഒരു റൂഗോസിറ്റി കോഎഫിഷ്യന്റിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ ഒരു ഫ്ലോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെനഡീസ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാനുവലി അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ് n എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ മിസ്റ്റേക്സ് ഉണ്ടാകും. നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആവണമെന്നില്ല.
അപ്പോൾ ആ ഒരു റൂഗോസിറ്റി കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ സ്മോൾ എന്നിന്റെ വാല്യൂവിൽ വരുന്ന ആ മിസ്റ്റേക്സ് എല്ലാം തന്നെ നമ്മൾ കെന്നഡീസ് തിയറിക്കകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലോ വെലോസിറ്റിക്കകത്തും വരുന്നു. അതും കെന്നഡീസ് തിയറിയുടെ ഒരു ഡ്രോബാക്ക് ആണ്. അതായത് കുട്ടേഴ്സ് ഇക്വേഷന്റെ യൂസ് വഴി അതിന് എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ടോ ആ എല്ലാ ഡീമെറിറ്റ്സും നമ്മുടെ കെന്നഡി തിയറിക്കകത്തും വരുന്നുണ്ട്, ആ ഒരു ഫ്ലോ വെലോസിറ്റിക്കകത്തും വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഫിഫ്ത്ത് ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് കെന്നഡീസ് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, 5 പോയിന്റ്സ്. ബി ബൈ ഡി റിലേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു റിലേഷൻ നമുക്ക് അതൊരു ആ ഒരു റിലേഷൻ ആയിട്ട് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സുമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ വന്നത് തന്നെ നമ്മുടെ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസിനെ ഫ്ലോ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുമെന്നുള്ളൊരു ഫൈൻഡിങ് കാരണമാണ്. പക്ഷെ അതേസമയം ആ ഒരു ടേം ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ലാണ്ട് സിൽറ്റ് ഗ്രേഡ്, സിൽറ്റ് ചാർജ് അതിനെ പറ്റിയിട്ടൊന്നും തന്നെ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ CVR എം എന്ന് പറയുന്ന ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്ന് പറയുന്നത് ആർബിട്രലി അസ്യൂം ചെയ്തെടുക്കുന്ന വാല്യൂസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഫോർമുലാസ് ഒന്നും തന്നെ കെന്നഡി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. തേർഡ് ലിമിറ്റേഷൻ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ S, ദാറ്റ് ഈസ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും തന്നെ കെന്നഡീസ് തിയറിക്കകത്ത് പറയുന്നില്ല. ദെൻ കുട്ടേഴ്സ് ഇക്വേഷനിൽ ആണ് നമ്മൾ ഫ്ലോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കുട്ടേഴ്സ് ഇക്വേഷനിൽ വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ ഒരു കെന്നഡീസ് ചാനൽ ഡിസൈൻ പ്രൊസീജിയറിന്റെ അകത്തേക്കും കയറി വരുന്നുണ്ട്, നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ കെന്നഡീസ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലിമിറ്റേഷൻസിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് തിയറി ഇവോൾവ് ചെയ്തത്, ദാറ്റ് ഈസ് ലേസീസ് തിയറി. ഓക്കെ, ലേസീസ് തിയറിയും സെയിം റിജൈം ചാനൽസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു തിയറിയിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കെന്നഡീസ് തിയറി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റിജൈം ചാനൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റി പറഞ്ഞു, ദാറ്റ് ഈസ് നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റിയിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഏതൊരു ചാനലിനെയും റിജൈം ചാനൽ എന്ന് പറയാമെന്നാണ് കെന്നഡീസ് തിയറിക്കകത്ത് പറഞ്ഞത്. പക്ഷേ ലേസീസ് തിയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു റിജൈം ചാനലിന്റെ ആ ഒരു കെന്നഡി പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെ മാറ്റിക്കൊണ്ട് വേറൊരു രീതിക്കാണ് ലേസീസ് തിയറിക്കകത്ത് റിജൈം ചാനലിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു റിജൈം ചാനലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റിജൈം ചാനൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു റിജൈം ചാനൽ ആവുള്ളൂ എന്നാണ് ലേസീസ് തിയറിക്കകത്ത് പറയുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാനൽ എന്ന് പറയുന്നത് ഇൻകൊഹറന്റ് അൺലിമിറ്റഡ് അലൂവിയം അങ്ങനെ ഒരു ഇൻകൊഹറന്റ് അൺലിമിറ്റഡ് അലൂവിയം ഉള്ള ഒരു ചാനൽ ബെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഇൻകൊഹറന്റ് അൺലിമിറ്റഡ് അലൂവിയത്തിൽ കൂടി ആയിരിക്കണം ആ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് റിജൈം ചാനൽ ആവണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ കെന്നഡീസിൽ പറഞ്ഞ ഡ്രോബാക്ക്, അതായത് സിൽറ്റ് ഗ്രേഡ്, സിൽറ്റ് ചാർജ്, ഈ 2 കാര്യങ്ങളെ പറ്റി കെന്നഡി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ലേസീസിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ സിൽറ്റ് ഗ്രേഡും സിൽറ്റ് ചാർജും കോൺസ്റ്റന്റ് ആയി നിൽക്കണം. ഈ ഒരു അൺലിമിറ്റഡ് അലൂവിയം മെറ്റീരിയലിൽ കൂടി ആ ഒരു ബെഡിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സിൽറ്റ് ഗ്രേഡും അതുപോലെ തന്നെ സിൽറ്റ് ചാർജും കോൺസ്റ്റന്റ് ആയി നിൽക്കണം, സെക്കൻഡ് കണ്ടീഷൻ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ്റെ കനാലിൽ നിന്നുണ്ടാവുന്ന ടോട്ടൽ ഡിസ്ചാർജ്, ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു റിജൈം ചാനൽ ആവൂ എന്നാണ് ലേസീസ് തിയറിക്കകത്ത് പറയുന്നത്. കെന്നഡി പറഞ്ഞ റിജൈം ചാനൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ടോട്ടലി മാറ്റി മറ്റൊരു ഡിഫറന്റ് കൺസെപ്റ്റ് ആണ് ലേസീസ് തിയറിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും സിൽറ്റ് ഗ്രേഡ്, സിൽറ്റ് ചാർജ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ഫ്ലോ യൂണിഫോം ആയിട്ട് നിൽക്കുക. ഈ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഫ്ലോ യൂണിഫോം ആയിരിക്കണം. ഓക്കെ, അതും ഒരു കണ്ടീഷനാണ്. സോ ഈ ഫ്ലോ യൂണിഫോം ആകുക, സിൽറ്റ് ഗ്രേഡും സിൽറ്റ് ചാർജും കോൺസ്റ്റന്റ് ആയിരിക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത്, യൂണിഫോം ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഈ ഒരു 2 പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിജൈം ചാനൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നത് കൊണ്ട് തന്നെ ലേസീസ് തിയറിക്കകത്ത് നമ്മുടെ ഈ ഒരു റിജൈം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ, ആ ഒരു റിജൈം ചാനൽ കണ്ടീഷനെ ലേസി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട്, സച്ച് ഇനിഷ്യൽ റിജൈം എന്നും അതുപോലെ തന്നെ ഫൈനൽ റിജൈം എന്നും. ഓക്കെ, സോ ഇങ്ങനെ റിജൈമിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള റീസൺ ആണ് പറഞ്ഞത്. ഈ നേരത്തെ പറഞ്ഞ 3 കണ്ടീഷൻസ്, ഫ്ലോ യൂണിഫോം ആയിരിക്കണം, സിൽറ്റ് ഗ്രേഡ്, സിൽറ്റ് ചാർജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, ഇതൊക്കെ അച്ചീവ് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ റെയർ ആയിട്ട് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ഈ ഒരു ചാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചാനലിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന എൻ്റയർ ടൈമിൽ ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ 2 ആയിട്ട് ഡിവൈഡ്
ഡിവൈഡ് ചെയ്തത് ഇനിഷ്യൽ റിജൈം എന്നും അതുപോലെ തന്നെ ഫൈനൽ റിജൈം എന്നും. ഓക്കെ, അപ്പോൾ കെന്നഡി പറഞ്ഞ പോലെ അല്ല, അതായത് വെലോസിറ്റി ബേസിസിലല്ല ഇവിടെ ഒരു റിജൈം കണ്ടീഷനെ പറ്റി ലേസി പറഞ്ഞിരിക്കുന്നത്. ലേസി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ചാനലിന്റെ ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ സ്ലോപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു റിജൈം കണ്ടീഷനെ പറ്റി ലേസി പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനിഷ്യൽ റിജൈം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു ചാനൽ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിന്റെ ഫൈനൽ സെക്ഷൻ അറ്റൈൻ ചെയ്തിരിക്കണം. അതായത് നമ്മളിപ്പോൾ മോസ്റ്റ്ലി സ്റ്റഡി ചെയ്യുന്നത് ട്രപ്പിസോഡൽ സെക്ഷൻ ആണ് എന്നുള്ളൊരു അസംഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ചാനൽ അതിന്റെ ഫൈനൽ സെക്ഷൻ അച്ചീവ് ചെയ്തിരിക്കണം. പക്ഷേ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സ്ലോപ്പ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നില്ല. പക്ഷേ ആ ഒരു ഫൈനൽ സെക്ഷൻ ഏത് ഷേപ്പ് ആണോ ആ ഒരു ഫൈനൽ സെക്ഷൻ ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇനിഷ്യൽ റിജൈം എന്ന് പറയാം. അതേസമയം ഈ ഒരു ഫൈനൽ സെക്ഷനും അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും രണ്ടും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനൽ സെക്ഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫൈനൽ റിജൈം എന്നും പറയാം. സോ ഈ ഒരു ചാനലിന്റെ ഷേപ്പും അതിന്റെ ആ ഒരു സ്ലോപ്പും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിജൈമിനെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ സെക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്തു, സ്ലോപ്പ് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ റിജൈം എന്നും, രണ്ടും അച്ചീവ് ചെയ്തിട്ടുണ്ട് അതായത് ഫൈനൽ സെക്ഷനും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫൈനൽ റിജൈം എന്നും പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലേസിസിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിജൈം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഫൈനൽ സെക്ഷനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും അച്ചീവ് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പർട്ടിക്കുലർ ഡിസ്ചാർജ് തരുന്ന രീതിക്ക് ഉള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും ഫൈനൽ സെക്ഷനുമാണ് അച്ചീവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആവശ്യമുള്ള ഡിസ്ചാർജ് തരുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും പർട്ടിക്കുലർ സെക്ഷനും എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതായത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഷേപ്പും അതുപോലെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ലോപ്പും ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഡിസൈഡ് ഡിസ്ചാർജ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സിംഗിൾ ആയിട്ടുള്ള ഒറ്റ വാല്യൂവേ ഉള്ളൂ. കെന്നഡീസ് തിയറിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ വഴി നമുക്ക് ഇഷ്ടമുള്ള ഡെപ്ത് തെരഞ്ഞെടുത്ത് അതിനാപ്റ്റാവുന്ന ബ്രെഡ്ത്ത് തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു രീതിക്ക് ലേസീസ് തിയറിയിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് തരുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള സ്ലോപ്പും അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു സെക്ഷനും ആയിരിക്കും എന്നാണ് ലേസി ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫൈനൽ റിജൈം കണ്ടീഷൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ചാനലിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സെമി എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. കെന്നഡീസിൽ പറയുന്നത് പോലെ ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് ആയിരിക്കും, ഒരു സെമി എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും എന്നും കൂടിയാണ് ഈ ഒരു ലേസീസ് തിയറി വഴി ലേസി എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കെന്നഡീസ് തിയറി നമ്മൾ പറഞ്ഞത് തന്നെ നമ്മുടെ ഡിസൈൻഡ് ചാനലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിലുള്ള സിൽറ്റ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഒരു സസ്പെൻഡഡ് ഫോമിൽ എലോങ് ദി വാട്ടർ ഫ്ലോ ചെയ്യും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സസ്പെൻഷൻ ഫോമിൽ സിൽറ്റ് പാർട്ടിക്കിൾസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ ഫോം ചെയ്യുന്ന നമ്മുടെ ചാനൽ സെക്ഷനിൽ ഫോം ചെയ്യുന്ന എഡി കറൻസിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് എന്നാണ് നമ്മുടെ കെന്നഡി പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു തിയറി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആ സെയിം കാര്യം തന്നെയാണ് ലേസിയും പറയുന്നത്. ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ ഒരു ചാനലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സിൽറ്റ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഫോമിൽ എലോങ് ദി വാട്ടർ ഫ്ലോ ചെയ്യും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എഡി കറൻസിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് തന്നെയാണ്. പിന്നെ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെന്നഡീസ് തിയറിയിൽ പറഞ്ഞത് ആ ഒരു എമൗണ്ട് ഓഫ് ദി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ദി എഡി കറന്റ് നമ്മളൊരു അസംഷൻ ആയിട്ട് പറഞ്ഞതാണ്. ക്വാണ്ടിറ്റി ഓഫ് ദി എഡി കറന്റ് എന്ന് പറയുന്നത് ബെഡ് വിഡ്ത്ത് ഓഫ് ദി ചാനലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് കെന്നഡീസ് തിയറിക്കകത്ത് പറയുന്നത്. പക്ഷേ ലേസി പറയുന്നത് അങ്ങനെ ബെഡ് വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ ഒരു ബെഡ് വിഡ്ത്തിൽ മാത്രം ഫോം ചെയ്യുന്ന രീതിക്കല്ല എഡി കറന്റ് ഫോം ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ടോട്ടൽ ആയിട്ടുള്ള വെറ്റഡ് പെരിമീറ്ററിനെ ഫോം ചെയ്യുന്ന ആ ഒരു ടോട്ടൽ വെറ്റഡ് പെരിമീറ്ററിലും ഈ ഒരു എഡി കറന്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് കാരണമാണ് സിൽറ്റ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഫോമിൽ ഫ്ലോ ചെയ്തു പോകുന്നത് എന്നാണ് ലേസി ഈ ഒരു തിയറിയെ എന്ത് ചെയ്തത് കറക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ബെഡ് വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എഡി കറന്റ് ഫോം ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ വെലോസിറ്റി റിജൈം വെലോസിറ്റി V0യും അതുപോലെ ക്യാപിറ്റൽ ഡിയും തമ്മിലുള്ള ഇക്വേഷൻ V0 = 0.55 m d⁻⁶4 എന്ന് പറയുന്ന കെന്നഡീസ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തത് ഡെറൈവ് ചെയ്ത് കെന്നഡി ഫോം ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ ലേസീസിൽ വന്നപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തു. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതിനെ അല്ല, അതേസമയം നമ്മുടെ ആ ഒരു വെറ്റഡ് പെരിമീറ്റർ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് നമ്മുടെ വെർട്ടിക്കൽ എഡി കറന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെഡിലും ഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ പെരിമീറ്റർ ഓഫ് ദി ചാനൽ സെക്ഷൻ വരുവാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു എഡി കറന്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ഡെപ്ത് ഓഫ് ദി ചാനൽ അല്ല, മറിച്ച് നമ്മുടെ മീൻ ഡെപ്ത് അല്ലെങ്കിൽ എന്തെന്ന് പറയാം നമ്മുടെ
ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ക്യാപിറ്റൽ ആർ ആണ് നമ്മുടെ വേരിയബിൾ, അല്ലാണ്ട് ഫ്ലോ ഡെപ്ത് ക്യാപിറ്റൽ ഡി അല്ല വേരിയബിൾ എന്ന് ലേസി ഈ ഒരു തിയറി കൊണ്ടുവന്നപ്പോഴത്തേക്കും കറക്റ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കെനഡീസിലെ ഇക്വേഷൻ പറഞ്ഞത് V0 = 0.55 d⁻⁴ ആയിരുന്നു ഇനിഷ്യൽ ഫോം. അത് കഴിഞ്ഞ് ഈ ഒരു ഡെപ്തിന്റെ കൂടെ തന്നെ സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസും ഈ ഒരു വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന സ്മോൾ എം എന്ന് പറയുന്ന ഒരു ടേം ഈ ഒരു ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ലേസീസ് തിയറി വന്നപ്പോഴത്തേക്കും ക്യാപിറ്റൽ ഡി അല്ല, അതേസമയം നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ക്യാപിറ്റൽ ആർ ആണ് നമ്മുടെ വേരിയബിൾ എന്ന്. അതായത് വെറ്റഡ് പെരിമീറ്റർ മൊത്തത്തിൽ നമ്മൾക്ക് അവിടെ ഒരു എഡി കറന്റിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടിട്ടാണ് നമ്മൾ മീൻ ഡെപ്തിനെ, അതായത് ക്യാപിറ്റൽ ആറിനെ നമ്മുടെ വേരിയബിൾ ആയിട്ട് ലേസീസ് തിയറിക്കകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ ആ ഒരു പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ ഗ്രെയിൻ സൈസും ഈ ഒരു വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ലേസിക്ക് മനസ്സിലായി. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ കെനഡീസ് തിയറിയിൽ സ്മോൾ എം എന്ന് പറയുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് ഇവിടെ സിൽറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേമാണ് ലേസി ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിൽറ്റ് ഫാക്ടർ സ്മോൾ എഫ് ആണ്. അതാണ് നമ്മുടെ ലേസീസ് തിയറി വന്നപ്പോഴത്തേക്കും കറക്ഷൻ ആയിട്ട് കൊണ്ടുവന്നത്. കെനഡീസ് തിയറിക്കകത്ത് സ്മോൾ എം ആയിരുന്നു, ലേസീസ് തിയറി വന്നപ്പോഴത്തേക്കും സിൽറ്റ് ഫാക്ടർ സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഫ്ലോ വെലോസിറ്റിയിൽ സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ ആ ഒരു ഗ്രെയിൻ സൈസിനുള്ള ഒരു എഫക്റ്റ് എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിൽറ്റ് ഫാക്ടർ സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ഈ ഒരു ലേസീസ് തിയറിക്കകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതാണ് ലേസീസ് തിയറിയെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലേസീസ് തിയറി യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്നുള്ള കാര്യം തന്നിരിക്കും. ഓക്കെ, ഡിസൈഡ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് സ്ലോപ്പ് എത്രയാണെന്നും തന്നിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ എന്നുള്ള കെനഡീസ് തിയറിയിൽ നമ്മൾ അസ്യൂം ചെയ്ത ആ സെയിം തന്നെയായിരിക്കും ഈ ഒരു ലേസീസ് തിയറി പ്രൊസീജിയറിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ക്യാപിറ്റൽ ക്യൂ പ്രൊവൈഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിൽറ്റ് ഫാക്ടർ നേരത്തെ പറഞ്ഞു സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു സിൽറ്റ് ഫാക്ടർ, അതും നമുക്ക് ക്വസ്റ്റ്യനിൽ മോസ്റ്റ് പ്രോബബ്ലി പ്രൊവൈഡഡ് ആയിരിക്കും. ഇൻ കേസ് തന്നിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു ചാനൽ സെക്ഷനിൽ വരുന്ന ഗ്രെയിൻ സൈസിന്റെ പാർട്ടിക്കിൾ സൈസ് എത്രയാണ്, അതിന്റെ ഡയമീറ്റർ എത്രയാണ്, സ്മോൾ ഡി എത്രയാണ് എന്നുള്ളത് തന്നിരിക്കും. അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സിൽറ്റ് ഫാക്ടർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് സിൽറ്റ് ഫാക്ടറും അതുപോലെ തന്നെ ഡിസ്ചാർജും തന്നിരിക്കും. അത് വെച്ച് നമുക്ക് നമ്മുടെ ഫ്ലോ വെലോസിറ്റി എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇക്വേഷൻ ആണ് QF²/140 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഇതിൽ എഫ് എന്ന് പറയുന്ന സിൽറ്റ് ഫാക്ടറും അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ഗിവൺ ഡിസ്ചാർജുമാണ്. എഫ് മോസ്റ്റ് പ്രോബബ്ലി തന്നിരിക്കും. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1.76 √d എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി എന്ന് പറയുന്നത് ആവറേജ് പാർട്ടിക്കിൾ സൈസ് ആണ്, മില്ലിമീറ്ററിലുള്ള ആവറേജ് പാർട്ടിക്കിൾ സൈസ് ആണ്. സോ വി ഇസ് ഈക്വൽ ടു QF²/140 ആ വി എന്ന് പറയുന്നത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും കിട്ടുന്നത് വെലോസിറ്റി. ദസ് നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ദെൻ നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് എത്രയാണെന്ന് ക്വസ്റ്റ്യന് തന്നിരിക്കും. നമ്മുടെ കെനഡീസ് തിയറിയിൽ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ വെലോസിറ്റി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനൽ സെക്ഷന്റെ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ എത്രയാണെന്നുള്ളത് കിട്ടുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കെനഡീസിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ട്രപ്പിസോയിഡൽ സെക്ഷൻ ആണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്ത് ഓൾറെഡി അസ്യൂംഡ് ആണ്, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൊസീജിയർ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്തിന്റെ കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ആർ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5/2 V²/f എന്നുള്ളതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. 5/2 V²/f. വി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വെലോസിറ്റി, എഫ് എന്ന് പറയുന്നത് നമ്മുടെ സിൽറ്റ് ഫാക്ടർ. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു 1.35 Q²/f⁻⁴ ആവശ്യം വരുന്നില്ല. കാര്യം അത് നമുക്ക് വെലോസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. നമ്മൾ ആദ്യമേ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താണ് പ്രോസസ്സിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. സോ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. 5/2 V²/f എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അത് ഒരു സൈഡിൽ വെക്കാം. ഓക്കെ,
ദെൻ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കെന്നഡീസിൽ ചെയ്ത പോലെ തന്നെ ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ എന്ന് പറയുന്ന ആ ഒരു സൈഡ് സ്ലോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മൾ ട്രപ്പിസോഡൽ സെക്ഷൻ ആണെന്നും അസ്യൂം ചെയ്യുന്നു. ഫൈനൽ റിജൈം എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്താൽ മാത്രമേ ഇതൊരു സെമി എലിപ്റ്റിക്കൽ സെക്ഷനിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ആ ഒരു ഫൈനൽ റിജൈം എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കെനഡീസ് ലേസീസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും ട്രപ്പിസോഡൽ സെക്ഷൻ ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ എന്നുള്ള അസംഷനിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, എ ഈസ് ഈക്വൽ ടു BD പ്ലസ് D²/2 എന്നുള്ളതാണ് നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് B പ്ലസ് √5y ആണ്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കെന്നഡീസിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു B പ്ലസ് √5D എന്നുള്ളതാണ് നമ്മുടെ വെറ്റഡ് പെരിമീറ്റർ. ഇനി നമ്മുടെ ലേസീസ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വെറ്റഡ് പെരിമീറ്ററിനുള്ള ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു 4.75√Q എന്ന് പറയാൻ പറ്റും. ഓക്കെ, 4.75√Q എന്നാണ് വെറ്റഡ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, 4.75√Q. അപ്പോൾ നമുക്ക് ഇതിൽ ക്യൂവിന്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിരിക്കും. അത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, വെറ്റഡ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം P ഈസ് ഈക്വൽ ടു ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ Pന്റെ വാല്യൂവും എന്റെ വാല്യൂ ഉണ്ട്. നമ്മുടെ എന്താണ് രണ്ട് ഇക്വേഷൻ നോക്കി, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നോക്കിക്കഴിഞ്ഞാൽ LHSലെ വാല്യൂ നമുക്കറിയാം, ഏരിയയും അതുപോലെ വെറ്റഡ് പെരിമീറ്ററും അറിയാം. RHS നോക്കിക്കഴിഞ്ഞാൽ ബിയും ഡിയുമാണ് അവിടെ വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ബിന്റെയും ഡിന്റെയും വാല്യൂ കിട്ടുമല്ലോ. ഓക്കെ, ഈ ഒരു P ഈസ് ഈക്വൽ ടു 4.75√Q എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ പെരിമീറ്റർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻസ്, രണ്ട് അൺനോൺസ്, ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് അൺനോൺസ് ബിയും ഡിയും എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ലേസീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലേസീസ് തിയറിക്കകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതിനും ഒരു ഇക്വേഷൻ ലേസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ആണ് S is equal to F⁵ Q⁴1/6. ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. F എന്ന് പറയുന്ന സിൽറ്റ് ഫാക്ടറും Q എന്ന് പറയുന്നത് ഡിസ്ചാർജുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്ത ഡിസൈൻ കറക്റ്റ് ആണോ എന്നറിയണം. അതിനെന്താ ചെയ്യുന്നത്, നമുക്ക് ബിയും ഡിയും കിട്ടിയല്ലോ, ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ബിയും ഡിയും കിട്ടും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ബിയും ഡിയും വെച്ചിട്ടുള്ള ഏരിയയും പെരിമീറ്ററും ഇത് തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഹൈഡ്രോളിക് ഡെപ്ത് എത്രയാണെന്ന് കിട്ടത്തില്ലേ, ക്യാപിറ്റൽ R A/P ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ R കിട്ടി. നേരത്തെ നമ്മൾ ഒരു ക്യാപിറ്റൽ R ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണോ നോക്കണം. നമുക്ക് കിട്ടിയ രണ്ട് ക്യാപിറ്റൽ Rന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തത് കറക്റ്റ് ആണെന്ന് പറയാം. ഇതാണ് ലേസീസ് മെത്തേഡിന്റെ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് ഈ ഒരു ക്യാപിറ്റൽ R രണ്ട് സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി സെയിം വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ ഓക്കെ ആണെന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ലേസീസ് തിയറി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ.